അപ്പം നമുക്ക് ഈ ഒരു ചിക്കൻ നമുക്ക് പീസ് ആക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഓണിയനാണ്. പിന്നീട് അതിലോട്ട് വേണം മിൻ്റാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് മിൻ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് ഇഞ്ചി ചതച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റിയിട്ട് ആ ചിക്കനും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് സോൾട്ടും പിന്നെ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് നമുക്ക് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് നമുക്കൊരു ബൗളെടുത്തിട്ട് അതിൽ നമുക്ക് മൈദ ഇട്ട് കൊടുക്കണം. 2 ടേബിൾ സ്പൂണ്. പിന്നെ നമുക്ക് സോൾട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം, വാട്ടറും കൂടി ചേർത്തിട്ട്. ഗൈസ് നമ്മൾ പിന്നെ ഇങ്ങനെ കുഴച്ച് വെച്ചതിന് നമ്മളിങ്ങനെ നീളത്തിലൊന്ന് ആക്കണം. പിന്നീട് നമുക്ക് വേണ്ടത് ആ ഒരു നീളത്തിലുള്ളതിന് നമുക്കൊന്ന് ജസ്റ്റ് റൗണ്ടാക്കി ഒന്ന് കുഴച്ച് വെക്കണം. അപ്പോൾ നമ്മളങ്ങനെ കുഴച്ച് പിന്നെ വന്ന് നമ്മളെന്താ ഓരോ ഉരുളനും നമ്മളിങ്ങനെ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തി വെക്കണം. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, നമ്മൾ ആ ഒരു പരത്തി വെച്ചതിലോട്ട് നമ്മളൊരു ഗ്ലാസ് വെച്ചിട്ട് ഒന്നിങ്ങനെ റൗണ്ടാക്കി കൊടുക്കണം. ആ ഒരു സർക്കിൾ മാത്രം കിട്ടണം. നമ്മൾ ആ ഒരു ഗ്ലാസ് വെച്ച് നമ്മൾ ആ റൗണ്ടാക്കി എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ആ ഒരു കുഴച്ച് വെച്ച ആ ഒരു മിക്സിനെ നമ്മൾ ആ ഒരു മാവിലോട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ നമുക്കൊന്ന് മടക്കി ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കണം ഗൈസ്. അപ്പോൾ ഇതാ ഒരു മോമോസിൻ്റെ ഷേപ്പ് പോലെയായി. ഗൈസ് അപ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടല്ലോ ഗൈസ്, നമ്മൾ എല്ലാ മാവിനും ഒന്ന് ഉള്ളിൽ നമ്മുടെ ആ ഒരു ഫില്ലിങ്സും വെച്ച് കൊടുത്തിട്ട് ഈ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കണം. ഗൈസ് അങ്ങനെയുണ്ടല്ലേ ഗൈസ്, നമ്മളെല്ലാം അതേപോലെ തന്നെ മോമോസിനെ പോലെ തന്നെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ഓയിൽ എടുക്കും ഗൈസ്. എന്നിട്ട് നമ്മൾ ആ ഒരു മോമോസിനെയൊക്കെ അതിലോട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഗൈസ്. അപ്പോൾ നമ്മളുടെ മോമോസ് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പോൾ ഇനിയൊരു വീഡിയോ വരുന്നത് ബൈ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ മറക്കരുത്.